എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു ഫ്ലാറ്റ് ജീവിതം ഒഴിവാക്കി ഒരു വില്ലയിലോട്ട് താമസം മാറിയാലോ എന്ന്. അങ്ങനെ നമ്മളും ഒരു വില്ല സ്വന്തമാക്കി നാട്ടിലെ പോലെ ഇവിടെയും ജീവിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്നത് തന്നെയാണ്. വില്ലയുടെ 4 വശവും ഒരുപാട് പൊടിപടലങ്ങൾ ഉണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്തു. ഇതിനിടയിൽ നമ്മൾ ഓർഡർ ചെയ്ത ഫർണിച്ചറുകളെല്ലാം എത്തി. അത് ഓരോന്നും വെക്കേണ്ട സ്ഥലങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഞാൻ നേരെ താഴോട്ട് വീണ്ടും എൻ്റെ ജോലിയിലോട്ട്. നമ്മൾ താമസിക്കുന്നിടം, നമ്മൾ ഇരിക്കുന്നിടം എത്രത്തോളം വൃത്തിയുണ്ട് എന്നുള്ളത് ആ വ്യക്തിയുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും. വൃത്തി അത് നന്നായിട്ടുണ്ടാവുക എന്നുള്ളത് എൻ്റെ ഒരു പിടിവാശി തന്നെയാണ്. റമദാനായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ഷീണിതനായിരുന്നു. തലയിലൂടെ കുറേ വെള്ളമൊഴിച്ചു. ഇന്നൊരു ചെറിയ ഇഫ്താർ പാർട്ടി ഉണ്ട്. അതിനുവേണ്ടി ഡ്രസ്സെല്ലാം മാറ്റി നേരെ വണ്ടിയെടുത്ത് നേരെ ഓഫീസിലോട്ട് വിട്ടു. ജ്യൂസ് ഉണ്ടാക്കുന്നതിൽ മിടുക്കൻ ഞാനായതുകൊണ്ട് തന്നെ ആ ഒരു കർത്തവ്യം എല്ലാവരും എന്നെ ഏൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ ജ്യൂസ് ഞാൻ അവിടെ ഉണ്ടാക്കി. ഞങ്ങൾ ഓഫീസിലുള്ള കുറച്ച് പേർ മാത്രമായിരുന്നു ഇന്നത്തെ ഇഫ്താർ പരിപാടിയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും നോമ്പ് തുറ കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞതിന് ശേഷം മെയിൻ കോഴ്സായിട്ടുള്ള മട്ടണിലും ചിക്കനിലും ഉണ്ടാക്കിയ ഒരു കിടിലൻ മന്തിയും ബിരിയാണിയും അങ്ങകത്താക്കി. നോമ്പ് തുറന്ന ഉടനെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എനിക്ക് ശീലമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാടൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. ഹസ്ബൻഡ് വിസയിൽ ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് പേര് ഇന്ന് UAE-ലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ്. ജോലി ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങളുടെ CV സെൻഡ് ചെയ്തോളൂ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.